ഇവിടെ ഇന്നലെ വാർത്താ ദിനത്തിലെത്തി ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ നടുക്കത്തോടെ കേട്ടത് നമ്മളുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് MLA കലൂരിൽ സ്റ്റേജിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന വാർത്തയായിരുന്നു. നമ്മളുടെ അടക്കം മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതിനിടയിലേക്കാണ് 15 അടി ഉയരത്തിൽ ഗാലറിയിൽ പ്രത്യേകം തയ്യാറാക്കി സ്റ്റേജിൽ നിന്ന് താഴേക്ക് മുഖമടച്ചു വീണത്. ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ലെങ്സിലും ബ്രെയിനിലും ചെറിയ ഇഞ്ചുറിയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ MLA ഉള്ളത്. നൃത്തപരിപാടി സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് FIR ഇട്ടിട്ടുണ്ട്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെയും FIR ഇട്ടിരുന്നു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ രാവിലെ ലഭ്യമാണോ? കോട്ടയത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘം ഇപ്പോൾ ഉമാ തോമസ് MLA പരിചരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മൃദംഗാവിഷൻ എന്ന് പറയുന്ന സംഘാടകർക്കെതിരെയാണോ പോലീസ് FIR ഇട്ടിരിക്കുന്നത്? ആ ഗാലറിയിലെ സ്റ്റേജ് നിർമ്മാണം അങ്ങേയറ്റം അശാസ്ത്രീയമായിട്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമുണ്ടാവും. അലി അക്ബർ ഷാ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ ഒരു ശുഭവാർത്ത ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ പുലർച്ചെ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. റെനെ മെഡ്സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയോ മാറ്റങ്ങളോ ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും പരിക്കുകളിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന പരിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഉമാ തോമസ് MLAയുടെ തലച്ചോറിന് ഏറ്റിരിക്കുന്ന പരിക്കാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ശ്വാസകോശത്തിന് ഏറ്റിരിക്കുന്ന ചതവാണ്. ഈ രണ്ട് പരിക്കുകളുടെ കാര്യത്തിലാണ് ആശങ്ക ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉൾപ്പെടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വാരിയല് തകർന്നിട്ടുണ്ട്, അതുപോലെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ രണ്ട് പരിക്കുകളിലാണ് ഏറ്റവും പ്രധാനമായും ഡോക്ടർമാർ ആശങ്ക ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 5 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ പരിചരണത്തിലാണ് ഉമാ തോമസ് MLA ഉള്ളത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരു കോമ സ്റ്റേജിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജിലേക്ക് വരെ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉമാ തോമസ് MLA ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് രാവിലെ 10:30 ഒരു പുതിയ അപ്ഡേറ്റഡ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. അതിൽ ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ഉമാ തോമസ് MLA പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ റിപ്സിലേറ്റിരിക്കുന്ന പരിക്ക്, അതിൽ റിപ്സ് 1-നേറ്റിരിക്കുന്ന മാരകമായ പരിക്ക് ഈ വീഴ്ചയുടെ ആഘാതത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നായിരുന്നു ഡോക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്തരത്തിൽ ആന്തരികമായി വലിയ നിലയിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഒരു ശുഭവാർത്ത MLAയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെ FIR ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് വന്നിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തീർത്തും അപകടകരമായ നിലയിലുള്ള നിർമ്മാണമായിരുന്നു ആ വേദിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ MLA ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വേദിയിലാണ് ഇത്രയും അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയത്. 12,000-ലധികം കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതിനപ്പുറത്തേക്ക് അവരുടെ കുടുംബവും എല്ലാം എത്തുമ്പോൾ 10,000-കണക്കിന് മനുഷ്യരെത്തുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടന വേദിയാണ് ഇത്രയും തീർത്തും അശാസ്ത്രീയമായ നിലയിലേക്ക് നിർമ്മാണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ന്യായീകരണം ഇന്നലെ തന്നെ അവരുടെ ഭാഗത്തുനിന്നും സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ ഈ സ്ഥലത്തെത്തി, പോലീസ് സംഘം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന നടത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ സംഘാടകർക്കെതിരെ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇന്നുണ്ടാകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടറും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ഇന്നലെ തന്നെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, FIR ഇട്ടിരിക്കുന്നു. എന്തായാലും അരുൺ, ആശുപത്രിയിൽ നിന്ന് ഒരു ശുഭവാർത്ത ഇന്ന് രാവിലെ 10:30 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ UDF-ന്റെ നേതാക്കൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ശുഭവാർത്ത ഈ വാർത്താ പ്രഭാതത്തിൽ ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.